നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ITR-1 എങ്ങനെ ഫയൽ ചെയ്യണം, ആരൊക്കെ ഫയൽ ചെയ്യണം എന്നാണ് കാണുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ വെബ്സൈറ്റായ www.incometax.gov.in വളരെ ഈസിയായി തന്നെ നമുക്കൊരു ടാക്സ് കൺസൾട്ടൻറ്റ് സഹായമില്ലാതെ ഈ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റായ ഫയലിംഗ് വെബ്സൈറ്റായ www.incometax.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങളുടെ പാൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാനായി ലെഫ്റ്റ് സൈഡിൽ ലോഗിൻ ബട്ടൺ അമർത്തുക. അതിനുശേഷം നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഹോം പേജിൽ വരുന്നതാണ്. വെൽക്കം ടു ഫയലിംഗ് പോർട്ടൽ എന്നൊരു സ്ക്രീൻ കാണുന്നതാണ്. നിങ്ങൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് ടോപ്പ് മെനുവിൽ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന മെനു ക്ലിക്ക് ചെയ്യുക. അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യുക. ഫിനാൻഷ്യൽ ഇയർ 2020-21 അസസ്മെൻറ്റ് ഇയർ 21-22 ആയിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം കാണുന്നതാണ് ഈ വർഷത്തെ അസസ്മെൻറ്റ് ഇയർ 21-22 സെലക്ട് ചെയ്യുക. ബാക്കി താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം ഡിസേബിൾഡ് ആയിരിക്കും. കണ്ടിന്യൂ ബട്ടൺ എനേബിൾഡ് ആണ്, അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക. രണ്ട് മോഡിൽ നമുക്ക് ITR ഫയൽ ചെയ്യാവുന്നതാണ്, ഓൺലൈൻ മോഡും ഓഫ്ലൈൻ മോഡും. ഓഫ്ലൈൻ മോഡിൽ നമ്മൾ ടെംപ്ലേറ്റ് ഫിൽ ചെയ്ത് JSON ഫയലായി അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൺലൈൻ മോഡിലാണ് ഫയൽ ചെയ്യുന്നത്. ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ അമർത്തുക. ഓൺലൈൻ മോഡിൽ നമുക്ക് ഇടയ്ക്ക് ഫയൽ ചെയ്ത് റിട്ടേൺ സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്യുകയാണെങ്കിൽ മുകളിൽ നമുക്ക് സേവ്ഡ് ഡ്രാഫ്റ്റ് കാണാവുന്നതാണ്. പുതിയതായിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്റ്റാറ്റസ്, നമ്മൾ ഇൻഡിവിജ്വൽ ആണോ HUF ആണോ അതേഴ്സ്, ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നത്, അതിനാൽ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീനിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഏത് ITR ഫയൽ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാനായി ഒരു ഹെൽപ്പ് മെനു അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് റിട്ടേൺ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ITR-1 4 മാത്രമേ എനേബിൾഡ് ആയിട്ടുള്ളൂ. ലെഫ്റ്റ് സൈഡിലെ പ്രൊസീഡ് ബട്ടൺ അമർത്തി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ITR-ഉം ആർക്കാണ് ആപ്ലിക്കബിൾ എന്ന് ഡീറ്റെയിൽഡായി ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ITR-1, 2, 3 and 4 ആണ് ഇൻഡിവിജ്വൽസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഓരോ ITR-ഉം ആർക്കൊക്കെ ആപ്ലിക്കബിൾ എന്ന് ഡീറ്റെയിൽഡായി തന്നെ ഈ മെനുവിൽ കൊടുത്തിട്ടുണ്ട്. ITR-1 ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സാലറി ഇൻകം ഫ്രം വൺ ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഈ 3 ഹെഡുകളിൽ ഇൻകം ഉള്ളവർക്കാണ്. അതുപോലെ ടോട്ടൽ ഇൻകം ഈ 3 ഹെഡുകളിൽ നിന്നുള്ളത് 50 ലക്ഷത്തിൽ കൂടാനും പാടില്ല. നമുക്ക് മുന്നിലത്തെ മെനുവിൽ പോയി ITR-1 ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡീറ്റെയിൽഡായി തന്നെ ITR-1 ആരൊക്കെ ഫയൽ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കമ്പനിയിലെ ഡയറക്ടർ ആണെങ്കിൽ, അഥവാ അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ TDS സെക്ഷൻ 194 എന്നിൽ ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ ഇൻകം ടാക്സ് ESOPയിൽ ഡെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ 4 കണ്ടീഷൻസിൽ ഏതെങ്കിലും ആപ്ലിക്കബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ITR-1 ഫയൽ ചെയ്യാവുന്നതല്ല. പ്രൊസീഡ് വിത്ത് ITR-1 ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. 3 സ്റ്റെപ്പാണ് ITR ഫയൽ ചെയ്യാനുള്ളത്. സ്റ്റെപ്പ് 1, വാലിഡേറ്റ് യുവർ റിട്ടേൺസ് ബ്രേക്കപ്പ്. പ്രീഫിൽഡ് ആയിട്ട് വരുന്ന ഡാറ്റ നമുക്ക് വാലിഡേറ്റ് ചെയ്യാം. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ കറക്റ്റ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2, കൺഫേം യുവർ റിട്ടേൺ സമ്മറി. റിട്ടേൺ സമ്മറൈസ് ചെയ്ത് വരുന്നത് ഒന്നുകൂടി കൺഫേം ചെയ്യുക. സ്റ്റെപ്പ് 3, വെരിഫൈ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ. വെരിഫൈ ചെയ്ത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക. ഈ 3 സ്റ്റെപ്സ് ആണ് ITR-1 ഫയൽ ചെയ്യാൻ ഉള്ളത്. ഇവിടെ ബാക്ക് മെനുവിലോട്ട് പോകാൻ ഓപ്ഷൻ ഉണ്ട്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം.
താഴോട്ട് പോകുമ്പോൾ ഡോക്യുമെന്റ്സ് ലിസ്റ്റ് ടു ഹെൽപ്പ് യു ഫയൽ ഫാസ്റ്റർ. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ തയ്യാറാക്കി വെക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോം 16 എംപ്ലോയർ നിങ്ങൾക്ക് TDS ഡിഡക്ട് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നതാണ് ഫോം 16. അത് തയ്യാറാക്കി വെക്കുക. ഹൗസ് ആൻഡ് റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത്, പ്രീമിയം റെസിപ്റ്റ് LIC മുതലായവയിൽ പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് തയ്യാറാക്കി വെക്കുക. വ്യൂ മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ ഡോക്യുമെന്റ്സ് ഏതൊക്കെ തയ്യാറാക്കി വെക്കണം എന്നതിനെ കുറിച്ച് കാണാവുന്നതാണ്. അതിൽ ഫോം 16 ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഫോം 16A സാലറി അല്ലാതെ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ TDS സർട്ടിഫിക്കറ്റ് ആണ് ഫോം 16A. അത് തയ്യാറാക്കി വെക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിലും നിങ്ങളുടെ ഇന്ന് TDS ഏതൊക്കെ മാർഗത്തിൽ പിടിച്ചു എന്നറിയാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഫോം 26AS. ഫോം 26ASൽ നിങ്ങളുടെ TDS, TCS, അഡ്വാൻസ് ടാക്സ്, സെൽഫ് അസസ്മെന്റ് ടാക്സ് മുതലായവ പേ ചെയ്തതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാവുന്നതാണ്. ഫോം 26AS നിങ്ങൾക്ക് ഇൻകം ടാക്സ് പോർട്ടലിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോ കാണുക. അടുത്തായി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി വെക്കുക. ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡൊണേഷൻസിൻ്റെ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത്, റെൻ്റൽ എഗ്രിമെൻറ്റ് റെൻറ്റ് റെസിപ്റ്റ്സ് ഉണ്ടെങ്കിൽ അത്, പ്രീമിയം റെസിപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം പേ ചെയ്തതിൻ്റെ റെസിപ്റ്റ്സ്. ഈ ഡോക്യുമെൻറ്റ്സ് ആണ് ITR 1 ഫയൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. മെനു ക്ലോസ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻ എന്നൊരു മെനു ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഉള്ള ക്വയറീസും ക്ലാരിഫിക്കേഷൻസും നോക്കാവുന്നതാണ്. താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വേറെ ലിങ്ക്സും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. മുകളിലോട്ട് പോയിട്ട് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന മെനു ക്ലിക്ക് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ തുടങ്ങാം. ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലോട്ടാണ് വരുന്നത്. ഇതിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്ന കാരണം ഓപ്റ്റ് ചെയ്യണം. 3 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ ടാക്സബിൾ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിലാണോ നിങ്ങൾ ഫയൽ ചെയ്യുന്നത്. ഈ അസസ്മെന്റ് ഇയറിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് 2.5 ലക്ഷമാണ്. സീനിയർ സിറ്റിസൺസിന് 3 ലക്ഷവും സൂപ്പർ സീനിയർ സിറ്റിസൺസിന് 5 ലക്ഷവുമാണ്. നിങ്ങൾ ടാക്സബിൾ ഇൻകം ഈ ലിമിറ്റിൽ കൂടുതലായതുകൊണ്ടാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഈ ഓപ്ഷൻ, ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ, താഴെ കൊടുത്തിരിക്കുന്ന 3 ഓപ്ഷനിൽ ഏതെങ്കിലും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഓപ്റ്റ് ചെയ്യുക. 1, നിങ്ങൾ 2020-21 സാമ്പത്തിക വർഷത്തിൽ ഒറ്റത്തവണയായോ അതോ പല തവണയായോ 1 കോടിയിൽ കൂടുതൽ രൂപ ഒന്നോ അതിൽ കൂടുതൽ കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. 2, നിങ്ങൾ 2 ലക്ഷം രൂപ ഫോറിൻ കൺട്രിയിൽ ട്രാവലിംഗ് എക്സ്പെൻഡിച്ചറായി ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് 1 തവണയോ പല തവണയോ ആയിട്ടാണ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ യുവർസെൽഫ് ഓർ എനി അതർ പേഴ്സൺ, നിങ്ങൾക്കോ മറ്റുള്ള ഒരാൾക്കോ വേണ്ടിയോ നിങ്ങൾ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ. 3, നിങ്ങൾ കഴിഞ്ഞ വർഷം 1 തവണയോ അതോ പല തവണയോ ആയി 1 ലക്ഷത്തിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ 3 കേസിൽ ഏതെങ്കിലും കാരണം കൊണ്ടാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തെങ്കിൽ ഓപ്ഷൻ 2 സെലക്ട് ചെയ്ത് ഇതിൽ 3-ൽ ഏതെങ്കിലും സബ് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ അതേഴ്സ് ആണ്. ഇതൊന്നുമല്ല നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ കാരണമെങ്കിൽ, മറ്റു കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് ഫസ്റ്റ് ഓപ്ഷനിൽ റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നത്, അതായത് ടാക്സബിൾ ഇൻകം മോർ ദാൻ എക്സംഷൻ ലിമിറ്റ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ, ഓപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുവരെ കണ്ടിന്യൂ ബട്ടൺ ഡിസേബിൾഡ് ആയിരിക്കും. ഒരു പോപ്പപ്പ് വരുന്നതാണ്. അതിൽ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ITR ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുള്ള ഡാറ്റ ഉപയോഗിച്ച് ഓൾറെഡി പ്രീഫിൽഡ് ആയിരിക്കും. കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ഫിൽഡ് ആയിരിക്കും. അത് നമുക്ക് ഒന്നുകിൽ കൺഫേം ചെയ്യാം, ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം, എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. റിട്ടേൺ ഫയലിംഗിൻ്റെ 3 സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പായ വാലിഡേറ്റ് റിട്ടേൺ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് 5 സ്റ്റെപ്പാണ് ഉള്ളത്. സ്റ്റെപ്പ് 1 പേഴ്സണൽ ഇൻഫോർമേഷൻ ഫിൽ ചെയ്യുക. സ്റ്റെപ്പ് 2 ഗ്രോസ് ടോട്ടൽ ഇൻകം ഫിൽ ചെയ്യുക. സ്റ്റെപ്പ് 3 ഡിഡക്ഷൻസ് ഫിൽ ചെയ്യുക. സ്റ്റെപ്പ് 4 ടാക്സ് പെയ്ഡ് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. 5 ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക. ഇതാണ്
വാലിഡേറ്റ് റിട്ടേൺ എന്ന സ്റ്റെപ്പിൽ ഉള്ള 5 സ്റ്റെപ്സ്. നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ 5 സ്റ്റെപ്പും ഇവിടെ ഡിസ്പ്ലേഡ് ആണ്. എന്നാൽ അതിൽ ഒരെണ്ണം മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഡാറ്റ ഫിൽ ചെയ്യേണ്ടത്. ആദ്യം തന്നെ പേഴ്സണൽ ഇൻഫോർമേഷൻ ടാബ് മാത്രമേ ആക്റ്റീവ് ആയിരിക്കുള്ളൂ. ആ ടാബ് ക്ലിക്ക് ചെയ്ത് പേഴ്സണൽ ഇൻഫോർമേഷൻ ഡീറ്റെയിൽസ് ഓൾറെഡി പ്രീഫിൽഡായി വന്നിരിക്കുന്നത് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, നെയിം, പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ മുതലായവ നമ്മുടെ ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ പോർട്ടലിൽ നിന്ന് തന്നെ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ടാവും. അടുത്തതായി കോൺടാക്ട് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതിൽ നമുക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പെൻഷനേഴ്സ്, അതേഴ്സ്, നോട്ട് ആപ്ലിക്കബിൾ. അങ്ങനെ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴോട്ട് പോകുമ്പോൾ നമ്മൾ ഏത് സെക്ഷനിലാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്ന് ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. 4 സെക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ 139(1), അതായത് നിങ്ങൾ ഡ്യൂ ഡേറ്റിന് മുമ്പാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക. 139(4) ബിലേറ്റഡ് റിട്ടേൺ, ഡ്യൂ ഡേറ്റിന് ശേഷമാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ 139(4) ഓപ്റ്റ് ചെയ്യുക. 139(5) ഓൾറെഡി ഫയൽ ചെയ്ത റിട്ടേൺ റിവൈസ് ചെയ്യുകയാണെങ്കിൽ 139(5) ഓപ്റ്റ് ചെയ്യുക. സെക്ഷൻ 119(2)(b) ആഫ്റ്റർ കണ്ടോണേഷൻ ഓഫ് ഡിലേ, അതായത് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സ്പെസിഫിക് ഡേറ്റിന് ശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യലായി അലോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ആ സെക്ഷൻ ഓപ്റ്റ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലും നോട്ടീസ് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ താഴത്തെ മെനുവിൽ 5 സെക്ഷൻസ് അവൈലബിൾ ആണ്. 139(9), 142(1), 148, 153(a), 153(c). ഈ ഏതെങ്കിലും സെക്ഷനിലാണ് നിങ്ങൾക്ക് നോട്ടീസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയത്, അതുകൊണ്ടാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഇതിലേതെങ്കിലും ആ സെക്ഷൻസ് ഓപ്റ്റ് ചെയ്യുക. സെക്ഷൻ ഏതാ എന്നറിയാൻ നിങ്ങൾക്ക് കിട്ടിയ നോട്ടീസ് റെഫർ ചെയ്താൽ മതിയാകും. താഴോട്ട് പോകുമ്പോൾ ഒറിജിനൽ റിട്ടേണിൻ്റെ റെസിപ്റ്റ് നമ്പറും ഫയലിംഗ് ഡേറ്റും ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ഡിസേബിൾഡ് ആയിരിക്കും. നിങ്ങൾ റിവൈസ്ഡ് റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അവിടെ ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് ഒറിജിനൽ റിട്ടേണിൻ്റെ ഡേറ്റും റെസിപ്റ്റ് നമ്പറും ഫിൽ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും നോട്ടീസിന് മറുപടി ആയിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അതിന് താഴത്തെ കോളത്തിൽ നോട്ടീസിൻ്റെ നമ്പർ, ഡോക്യുമെൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഫിൽ ചെയ്യുകയും ഡേറ്റ് ഓഫ് നോട്ടീസ് ഓർ ഓർഡർ, ആ ഡേറ്റ് ഫയൽ ചെയ്യുകയും ചെയ്യുക. ഈ സെക്ഷൻസ് ഇപ്പോൾ ഡിസേബിൾഡ് ആയിരിക്കും. ഇൻ റെസ്പോൺസ് ടു നോട്ടീസ് ആണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ സെക്ഷൻ എനേബിൾഡായി വരികയുള്ളൂ. അടുത്തതായി നിങ്ങൾ സെക്ഷൻ 115(BAC)യിലാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, അതായത് ആ സെക്ഷനിലാണ് ഫയൽ ചെയ്യാൻ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ yes or no കൊടുക്കുക. ഇനി എന്താണ് സെക്ഷൻ 115(BAC) എന്ന് ഞാൻ ചുരുക്കത്തിൽ പറയാം. ഫിനാൻഷ്യൽ ഇയർ 2020-21, അതായത് കറണ്ട് അസസ്മെൻറ്റ് ഇയർ തുടങ്ങിയാണ് സെക്ഷൻ 115(BAC) ആപ്ലിക്കബിളായി വരുന്നത്. അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻകം ടാക്സ് ആക്റ്റിൽ പറയുന്ന ചില ഡിഡക്ഷൻസ് എക്സംഷൻസും ക്ലെയിം ചെയ്യാതെ ലോവർ റേറ്റിൽ ടാക്സ് പേ ചെയ്യാവുന്നതാണ്. അതായത് പണ്ട് നമ്മൾ ഡിഡക്ഷൻസായി ക്ലെയിം ചെയ്തിരുന്ന പല ഡിഡക്ഷൻസും എക്സംഷൻസും ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. പകരം ടാക്സ് അടയ്ക്കുന്നത് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റിയുമേ കുറഞ്ഞ റേറ്റിൽ ആയിരിക്കും. പഴയ റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ടാക്സ് സ്ലാബ് ഹയർ ആയിരിക്കും. അതായത് ഡിഡക്ഷൻസും എക്സംഷൻസും എല്ലാം ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ടാക്സ് പെർസെൻറ്റേജ് ഹയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെനിഫിഷ്യൽ എന്നുള്ളത് നിങ്ങളുടെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അസസ് ചെയ്തിട്ട് വേണം ഈ സെക്ഷൻ ഓപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. സെക്ഷൻ 115(BAC) ഓപ്റ്റ് ചെയ്ത് എസ് കൊടുത്താണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്റ്റെപ്പ് 3 വരുമ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുമ്പോൾ പല ഓപ്ഷൻസും ഡിസേബിൾഡ് ആയിരിക്കും. കാരണം പല ഡിഡക്ഷൻസും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല എന്നതുകൊണ്ട് തന്നെ. ഇവിടെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് 115(BAC) ഓപ്റ്റ് ചെയ്യാത്ത ഒരാളുടെ റിട്ടേൺ ആണ്. അതിനാൽ നോ ഫിൽ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. അടുത്തതായി ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ സെക്ഷനാണ്. നിങ്ങൾക്ക് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നിങ്ങൾ പഴയ റിട്ടേണിൽ ഫിൽ ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം പ്രീഫിൽഡായി വന്നിട്ടുണ്ടാവും.
അതോടൊപ്പം തന്നെ പുതിയ ബാങ്ക് അക്കൗണ്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് അനദർ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് പുതിയ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ഇവിടെ സെലക്ട് ഫോർ റീഫണ്ട് എന്ന ഓപ്ഷൻസ് എല്ലാ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിനെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് അക്കൗണ്ടിലോട്ടാണ് നിങ്ങൾക്ക് റീഫണ്ട് ഉണ്ടെങ്കിൽ അത് വരേണ്ടതെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക. അതിനുശേഷം കൺഫേം ബട്ടൺ അമർത്തി മുന്നോട്ട് പോകുക. കൺഫേം ബട്ടൺ അമർത്തിയാൽ നമ്മൾ പ്രീവിയസ്ലി റിട്ടേൺ സമ്മറി മെനുവിലോട്ട് പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന സെക്ഷൻ എനേബിൾഡ് ആയിട്ടുള്ളത്. അടുത്തതായിട്ട് സ്റ്റെപ്പ് 2 ഗ്രോസ് ടോട്ടൽ ഇൻകം ഡീറ്റെയിൽസ് നമുക്ക് ഫിൽ ചെയ്ത് കൺഫേം ചെയ്യാം. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഈ 3 ഹെഡിൽ വരുന്ന ഇൻകത്തിൻ്റെ ടോട്ടലാണ് ഗ്രോസ് ടോട്ടൽ ഇൻകമായി വരുന്നത്. ആദ്യം നമുക്ക് ഇൻകം ഫ്രം സാലറി ഫിൽ ചെയ്യാം. റൈറ്റ് സൈഡിൽ എഡിറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണയായി ഈ ഡീറ്റെയിൽസ് നിങ്ങളുടെ എംപ്ലോയർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ നിന്ന് പ്രീഫിൽഡായി വരുന്നതാണ്. അത് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയർ ഇഷ്യൂ ചെയ്ത ഫോം 16 പാർട്ട് ബി എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതിൽ നിന്ന് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അത് നോക്കി നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇൻഫോർമേഷൻ എന്ന കോളം ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫോം 16 പാർട്ട് ബിയിൽ എവിടെ റെഫർ ചെയ്യണമെന്നുള്ളത് ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ നിങ്ങൾ സഹായിക്കാനായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രേസസ് വെബ്സൈറ്റിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഫോം 16 പാർട്ട് ബി നിങ്ങൾക്ക് എംപ്ലോയർ തന്ന പാർട്ട് ബി ഉപയോഗിച്ച് എങ്ങനെ സാലറി ഇൻകം ഫിൽ ചെയ്യാമെന്ന് നോക്കാം. ഫോം 16 എന്നത് TDS ഡിഡക്ട് ചെയ്ത ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതിന് പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിലാണ് നമുക്ക് TDS ഡീറ്റെയിൽസും എല്ലാം ലഭിക്കുന്നത്. പാർട്ട് ബി എന്നത് നിങ്ങളുടെ ഡീറ്റെയിൽ ബ്രേക്കപ്പ് ഓഫ് സാലറിയും എക്സംഷൻസും ഡിഡക്ഷൻസുമാണ്. അത് എല്ലാ എംപ്ലോയറും എംപ്ലോയീസിന് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. ആദ്യമായി സാലറി ആസ് പെർ സെക്ഷൻ 17(1) ഫിൽ ചെയ്യണം. നമുക്കതിനായി ഫോം 16 പാർട്ട് ബി റെഫർ ചെയ്യാം. അതിലെ ഡീറ്റെയിൽ ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക. ബി, വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ആസ് പെർ സെക്ഷൻ 17(2), ആ ഡീറ്റെയിൽസ് പാർട്ട് ബിയിൽ നിന്ന് ഫിൽ ചെയ്യുക. സി, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി ആസ് പെർ സെക്ഷൻ 17(3). ITR 1 ഫയൽ ചെയ്യുന്നവർക്ക് പെൻഷൻ ഉള്ളവർക്കുള്ള ഡൗട്ടാണ് ഇതിൽ എവിടെയാണ് പെൻഷൻ ഫിൽ ചെയ്യേണ്ടതെന്ന്. സാലറി ആസ് പെർ സെക്ഷൻ 17(1) ഫസ്റ്റ് ഓപ്ഷനിലാണ് പെൻഷൻ ഫിൽ ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് സാലറി ഉണ്ട് പെൻഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടലാണ് എയിൽ സാലറി ആസ് പെർ സെക്ഷൻ 17(1) ഫിൽ ചെയ്യേണ്ടത്. അടുത്തതായി എക്സംപ്റ്റ് അലവൻസസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നേച്ചർ ഓഫ് എക്സംപ്റ്റ് അലവൻസ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പാർട്ട് ബിയിൽ അവൈലബിൾ ആയിരിക്കും. അവൈലബിൾ അല്ല എങ്കിൽ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് സ്പ്ലിറ്റപ്പ് മേടിക്കുക. കാരണം ഏത് സെക്ഷനിലാണ് നിങ്ങൾക്ക് അലവൻസസ് എക്സംപ്റ്റ് ആയിട്ടുള്ളതെന്ന് ഡീറ്റെയിൽഡായി കൊടുക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിലായി എക്സംഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് നമ്മൾ ഏത് സെക്ഷനിലാണ് എക്സംഷൻ ആ സെക്ഷൻ ഓപ്റ്റ് ചെയ്യുകയും റൈറ്റ് സൈഡിൽ ആ സെക്ഷനിലുള്ള എക്സംഷൻ എമൗണ്ട് എൻ്റർ ചെയ്യുകയും ചെയ്യുക. ഇനി ഈ സെക്ഷൻസിലൊന്നും അല്ല നിങ്ങളുടെ എക്സംഷൻ വരുന്നത് എങ്കിൽ എനി അതർ എന്ന് ഓപ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ എനി അതർ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് ഓർ നേച്ചർ ഓഫ് എക്സംഷനും റൈറ്റ് സൈഡിൽ എമൗണ്ടുമാണ് ഫിൽ ചെയ്യുന്നത്. കൂടുതൽ എക്സംഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായി ആഡ് അനദർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും എമൗണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് താഴെ നെറ്റ് സാലറി ലഭിക്കും. അതായത് ഗ്രോസ് സാലറി മൈനസ് എക്സംഷൻ. അടുത്തതായി നമുക്ക് ഡിഡക്ഷൻസ് ആണ് ക്ലെയിം ചെയ്യുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി 50,000 രൂപ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. നിങ്ങൾ 115 BAC ന്യൂ റെജീമിലാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അത് 0 ആയിരിക്കും. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓൾഡ് റെജീമിൽ ഫയൽ ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അത് പാർട്ട് ബിയിൽ 0 ആണ്. അത് ഡിസേബിൾഡും ആണ്. നമ്മൾ പ്രൊഫൈലിൽ ഗവൺമെൻറ് എംപ്ലോയി എന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ അത് എനേബിളായി വരുള്ളൂ. കാരണം
എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ ഡിഡക്ഷനായി ലഭിക്കുകയുള്ളൂ. അടുത്തതായി പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ആണ് ഡിഡക്ഷനായി ക്ലെയിം ചെയ്യുന്നത്. 2500 ആണ് പാർട്ട് ബിയിൽ. അത് നമുക്ക് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറി എന്ന എമൗണ്ട് കിട്ടി. അതായത് ഇൻകം ഫ്രം സാലറി ലെസ് എക്സംഷൻസ് ലെസ് ഡിഡക്ഷൻസ്. അതാണ് നമ്മുടെ ഇൻകം ഫ്രം സാലറി ചാർജബിൾ ടു ടാക്സ്. അടുത്തതായി നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫിൽ ചെയ്യാം. അതിനായി ആഡ് ഓർ എഡിറ്റ് ഡീറ്റെയിൽസ് ഓഫ് ബ്രേക്കപ്പ് എന്ന ബട്ടൺ അമർത്തുക. നമുക്ക് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. സെൽഫ് ഒക്യുപ്പൈഡ്, ലെറ്റ് ഔട്ട്, ഡീം ലെറ്റ് ഔട്ട്. സെൽഫ് ഒക്യുപ്പൈഡ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷനായി ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റൽ, അതായത് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് ഡിഡക്ഷനായി ക്ലെയിം ചെയ്യാവുന്നതാണ്. സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണ് മാക്സിമം ഡിഡക്ഷനായി നമുക്ക് ലഭിക്കുന്നത് 2 lakh rupees ആണ്. അടുത്തതായി അരിയേഴ്സായി എന്തെങ്കിലും റെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 70% ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക. 30% നമുക്ക് ഡിഡക്ഷനായി ലഭിക്കുന്നതാണ്. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇനി നിങ്ങളുടെ പ്രോപ്പർട്ടി ഒരു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ ലെറ്റ് ഔട്ട് സെലക്ട് ചെയ്യുക. താഴെയുള്ള ഡീറ്റെയിൽസ് സേവ് ചെയ്യുക. അതായത് ഗ്രോസ് റെന്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഓർ ലെറ്റബിൾ വാല്യൂ ഡ്യൂറിംഗ് ദ ഇയർ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ റെന്റ് റിസീവ്ഡ് അവിടെ എൻ്റർ ചെയ്യുക. ടു ടാക്സ് പേ ടു ലോക്കൽ അതോറിറ്റീസ്, ക്യാഷ് ആയിട്ട് കറണ്ട് ഇയർലി എത്രയാണ് ലോക്കൽ അതോറിറ്റി മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് അത് ഡിഡക്ഷൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഗ്രോസ് റെന്റിൽ നിന്ന് ലോക്കൽ അതോറിറ്റീസിന് ടാക്സ് പേ ചെയ്ത് കുറഞ്ഞ് ആനുവൽ വാല്യൂ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വരും. 30% ഓഫ് ആനുവൽ വാല്യൂ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി നമുക്ക് ലഭിക്കുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വരും. അതിനുശേഷം ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷനായി ക്ലെയിം ചെയ്യാവുന്നതാണ്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് അൺലിമിറ്റഡ് ആയി നമുക്ക് ഡിഡക്ഷനായി ക്ലെയിം ചെയ്യാം. എത്ര എമൗണ്ട് വരെ ക്ലെയിം ചെയ്യാം, ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല. അടുത്തതായി അരിയേഴ്സ് ഓർ അൺറിയലൈസ്ഡ് റെന്റ് റിസീവ് ഡ്യൂറിംഗ് ദി ഇയർ ലെസ് 30%. അതായത് പഴയ റെന്റ് അരിയേഴ്സ് ആയി അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള റെന്റ് നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 70% ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കാരണം 30% നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇവിടെ 95,000 rupees ലോസ് ആണ് നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഇനി ഡീം ലെറ്റ് ഔട്ട് ആണെങ്കിൽ സെയിം ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. നമുക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് മാത്രമേ ITR 1 ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ മാത്രമേ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് ആഡ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ITR 2 ഫയൽ ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ 95,000 ലോസ് ക്ലെയിം ചെയ്ത് ആഡ് ചെയ്ത് ഡീറ്റെയിൽസ് സേവ് ചെയ്തു. അടുത്തതായി ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അതിനായി ആഡ് ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽഡായി ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മെനുവിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. ആദ്യമായി നിങ്ങൾക്ക് സേവിംഗ് ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് എസ് ഓർ നോ ഉത്തരം കൊടുക്കുക. എസ് ആണെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എൻ്റർ ചെയ്യാനൊരു ഓപ്ഷൻ വരും. അടുത്തതായി ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസ് ഓർ കോർപ്പറേറ്റീവ് സൊസൈറ്റി അതുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എസ് ഓപ്ഷൻ കൊടുത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഡു യു ഹാവ് ഇൻകം ഫ്രം ഫാമിലി പെൻഷൻ. ഫാമിലി പെൻഷനിൽ നിന്ന് ഇൻകം ഉണ്ടെങ്കിൽ എസ് ആണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്ത് എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇൻട്രസ്റ്റ് ഫ്രം ഇൻകം ടാക്സ് റീഫണ്ട്, കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് റീഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എസ് കൊടുത്ത് എൻ്റർ ചെയ്യുക. എനി അതർ ഇൻകം ഉണ്ടെങ്കിൽ അത് എസ് കൊടുത്ത് എമൗണ്ട് എൻ്റർ ചെയ്യുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൊടുക്കേണ്ടതാണ്. അടുത്തതായി ഡിവിഡൻഡ് ഇൻകം ഉണ്ടെങ്കിൽ അത് ക്വാർട്ടർ വൈസ് ഏത് ക്വാർട്ടറിലാണ് ലഭിച്ചത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് കൊടുക്കേണ്ടതാണ്. ഈ ക്വാർട്ടർ വൈസ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അഡ്വാൻസ് ടാക്സ് കാൽക്കുലേഷന് വേണ്ടിയാണ്. ഇവിടെ സ്കിപ്പ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യനിയർ ഫോമിലല്ലാതെ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സോഴ്സ് ഓഫ് ഇൻകം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. നമ്മളിവിടെ ഫാമിലി പെൻഷൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നോക്കാം. ഫാമിലി പെൻഷന് 1/3 എക്സംഷൻ ഉണ്ട്. മാക്സിമം എക്സംഷൻ ഡിഡക്ഷൻ 15,000 rupees ആണ്. സോ അത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് വരും.
കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 3 ഹെഡിൽ നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി എക്സംപ്റ്റ് ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫിൽ ചെയ്യേണ്ടതാണ്. അതിനായി ആഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. നേച്ചർ ഓഫ് എക്സംപ്റ്റ് ഇൻകം ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യുക. എക്സംപ്റ്റ് ഇൻകം അണ്ടർ വേരിയസ് സെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ആപ്ലിക്കബിൾ അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ അഗ്രികൾച്ചർ ഇൻകം അപ് ടു 5,000 റുപ്പീസാണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത ശേഷം എമൗണ്ട് എൻ്റർ ചെയ്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പോൾ ഇൻകം ഫ്രം സാലറിയിലെ ഹെഡിലും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസും ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഇൻകവും കാണാം. അതുപോലെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഈ 3 ഹെഡിലും ടോട്ടൽ ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്തതായി കൺഫേം ബട്ടൺ അമർത്തി സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യാം. അടുത്തതായി സ്റ്റെപ്പ് 3 ടോട്ടൽ ഡിഡക്ഷൻസ് എന്ന ടാബ് എനേബിൾഡ് ആയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഡിഡക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ആദ്യമായി ഡൊണേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ഷെഡ്യൂൾ നമ്മൾ ഫിൽ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായി ഡൊണേഷൻ ഫോർ സയൻറ്റിഫിക് റിസർച്ച് ഓർ റൂറൽ ഡെവലപ്മെൻറ്റ് എസ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഷെഡ്യൂൾ ഫിൽ ചെയ്യുക. അടുത്തതായി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80GG നമ്മൾ എന്തെങ്കിലും റെൻറ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിഡക്ഷനാണ്. അത് എസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എമൗണ്ട് എൻ്റർ ചെയ്യുക. ജിയിൽ മാക്സിമം ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നത് ₹60,000 പെർ ആനുമാണ്. 60,000 രൂപയാണ് ഒരു വർഷം ക്ലെയിം ചെയ്യാവുന്നത്. അടുത്തതായി സെക്ഷൻ 80C ആണ്. 80Cയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് ക്ലിക്ക് ചെയ്യുക. മാക്സിമം ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന ₹1,50,000 1,50,000 രൂപയാണ് ഒരു വർഷം ക്ലെയിം ചെയ്യാവുന്നത്. 80C സെക്ഷനിൽ ഏതൊക്കെ ഡിഡക്ഷൻസ് ഉണ്ട് എന്ന് ഞാൻ പെട്ടെന്ന് പറയാം. 1. പേയ്മെൻറ്റ് ടുവേർഡ്സ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, പ്രൊവിഡൻറ്റ് ഫണ്ട്, പ്രിൻസിപ്പൽ ഓഫ് ഹൗസിംഗ് ലോൺ, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ന്യൂ ഡെപ്പോസിറ്റ്, ULP, cumulative time deposit, investment made in debenture or shares of companies approved by Central Board of Direct Taxes, education expenses, equity linked savings schemes or mutual fund approved by Central Board of Direct Taxes. ഈ ഒരു 10 ഹെഡിൽ വരുന്ന എന്തെങ്കിലും പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഡക്ഷൻസ് ആണ് നമുക്ക് 80C സെക്ഷനിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായി സെക്ഷൻ 80CCD സബ്സെക്ഷൻ 2ൽ എന്തെങ്കിലും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ എസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എമൗണ്ട് എൻ്റർ ചെയ്യുക. സെക്ഷൻ 80CCD എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ബൈ എംപ്ലോയർ ആണ്. അടുത്തതായി 80D സെക്ഷൻ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ, അതായത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഓർ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിനായി എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ 80D എസ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഷെഡ്യൂൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അടുത്തതായി സെക്ഷൻ 80E ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ സെൽഫ് ആൻഡ് റിലേറ്റീവ്. സെക്ഷൻ 80Eയിൽ എന്തെങ്കിലും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ഡിഡക്ഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതാണ്. ദർ ഇസ് no ലിമിറ്റ് ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻ 80E. അതായത് 80Eയിൽ ഡിഡക്ഷന് ഒരു ലിമിറ്റ് ഇല്ല, പക്ഷേ മാക്സിമം 8 വർഷം മാത്രമേ 80E സെക്ഷനിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്തതായി ആർ യു എലിജിബിൾ ടു ക്ലെയിം എനി അതർ ഡിഡക്ഷൻ. മുകളിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ എന്തെങ്കിലും ഡിഡക്ഷൻ എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്റർ 6Aയിൽ ബാക്കി ഡിഡക്ഷൻ സെക്ഷൻസ് അവൈലബിൾ ആയി വരും. അത് ക്ലിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ടിക്ക് ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്ത് എമൗണ്ട് ഓഫ് എക്സംഷൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമായി സെക്ഷൻ 80CCC. ഈ സെക്ഷനിൽ നമ്മൾ പ്രൈവറ്റ് ഓർ പബ്ലിക് സെക്ടർ ഇൻഷുറൻസിൻ്റെ പെൻഷൻ ഫണ്ടിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഡിഡക്ഷനാണ് ലഭിക്കുന്നത്. ഇതിന് ഇൻഡിവിജ്വലായിട്ട് ലിമിറ്റ് ഇല്ല, പക്ഷേ 80Cയും 80CCC ഈ 2 സെക്ഷനും കൂടിയുള്ള ഡിഡക്ഷൻ 1,50,000 കൂടാൻ പാടില്ല. അടുത്തതായി സെക്ഷൻ 80CCD സബ്സെക്ഷൻ 1. ഈ സെക്ഷനിൽ പെൻഷൻ പ്ലാൻസിലേക്കുള്ള കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഡിഡക്ഷൻ ലഭിക്കുന്നത്. പക്ഷേ ഈ പെൻഷൻ പ്ലാൻ സെൻട്രൽ ഗവൺമെൻറ്
ഓഫർ ചെയ്തിരിക്കുന്ന പെൻഷൻ പ്ലാൻ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നാഷണൽ പെൻഷൻ സ്കീം അല്ലെങ്കിൽ അടൽ പെൻഷൻ യോജന, ഈ സ്കീമുകളിലെ പെൻഷൻ ഫണ്ടിലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഡിഡക്ഷൻ ലഭിക്കുന്നതാണ് ഈ സെക്ഷനിൽ. മാക്സിമം ഡിഡക്ഷൻ ഈ സെക്ഷൻ ലഭിക്കുന്നത് 10% ഓഫ് സാലറി എന്നത് ബേസിക് പ്ലസ് ഡി ആണ്, ഓർ 20% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അത് സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസ് ആണെങ്കിൽ 20% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് ഡിഡക്ഷനായി ലഭിക്കുന്നത്. പക്ഷേ സെക്ഷൻ 80C, 80CCC, 80CCD സബ്സെക്ഷൻ 1 ഇത് മൂന്നും കൂടിയുള്ള ടോട്ടൽ ഡിഡക്ഷൻ 1,50,000 കൂടാൻ പാടില്ല. അടുത്തതായി സെക്ഷൻ 80CCD സബ്സെക്ഷൻ 1B, ഡിഡക്ഷൻ ഫോർ കോൺട്രിബ്യൂഷൻ ടു നാഷണൽ പെൻഷൻ സിസ്റ്റം. NPSലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഡിഡക്ഷനാണ് ഈ സെക്ഷനിൽ ക്ലെയിം ചെയ്യുന്നത്. മാക്സിമം ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നത് 50,000 രൂപയാണ്. ഇത് നേരത്തെ പറഞ്ഞ 1,50,000 മുകളിലാണ് ഈ 50,000 ഡിഡക്ഷൻ ലഭിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 80C, 80CCC, 80CCDയുടെ സബ്സെക്ഷനായ 1ഉം 1B ഇത് 4 സെക്ഷനും കൂടി നിങ്ങൾക്ക് 2,00,000 രൂപ വരെ ഡിഡക്ഷനായി ക്ലെയിം ചെയ്യാവുന്നതാണ്. അടുത്തായി സെക്ഷൻ 80DD. സെക്ഷൻ 80DDയിൽ നിങ്ങൾ ഹാൻഡിക്യാപ്ഡ് ആയ ഡിപ്പെൻഡൻറ്റിൻ്റെ മെയിൻ്റനൻസും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനുമായുള്ള ഡിഡക്ഷനാണ് ലഭിക്കുന്നത്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 75,000 രൂപയും സീവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000 വരെ മാക്സിമം ഡിഡക്ഷനായി ക്ലെയിം ചെയ്യാവുന്നതാണ്. അടുത്തതായി സെക്ഷൻ 80DDB, സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസസിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനുള്ള ഡിഡക്ഷനാണ് ഈ സെക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നത്. മാക്സിമം ഡിഡക്ഷൻ 40,000 രൂപ വരെയാണ് ഇഫ് ദ അസസി ഈസ് ഓഫ് ഏജ് ലെസ് ദാൻ 60 years. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1,00,000 രൂപ വരെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അടുത്തതായി സെക്ഷൻ 80EE, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. മാക്സിമം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നത് 50,000 രൂപയാണ്. ഇത് സെക്ഷൻ 24, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ 2,00,000 ഓവർ ആൻഡ് എബോവ് ആണ് ഈ 50,000 ഡിഡക്ഷനായി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായി സെക്ഷൻ 80EEA, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ സർട്ടൻ ഹൗസ് പ്രോപ്പർട്ടി. അതായത് സർട്ടൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾ ഫിനാൻഷ്യൽ ഇയർ 2019-20 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് 1,50,000 വരെ ഡിഡക്ഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് സെക്ഷൻ 24B, അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ 2 lakhs ഡിഡക്ഷന് മുകളിലാണ് ഈ ഡിഡക്ഷൻ ലഭിക്കുന്നത്. അടുത്തതായി സെക്ഷൻ 80EEB, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇലക്ട്രിക് വെഹിക്കിൾ പർച്ചേസ് ചെയ്യാനായി നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റായി മാക്സിമം ഡിഡക്ഷൻ ₹1,50,000 വരെ നിങ്ങൾക്ക് ഈ സെക്ഷനിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതിന് സ്പെസിഫിക് കണ്ടീഷൻസ് ആസ് പെർ ദ സെക്ഷൻ ഓൾസോ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്. അടുത്തതായി സെക്ഷൻ 80GGC, ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്ക് നിങ്ങൾ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതിന് ലിമിറ്റൊന്നും ആപ്ലിക്കബിൾ അല്ല. അടുത്തതായി സെക്ഷൻ 80TTA, ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഇൻ കേസ് ഓഫ് അതർ ദാൻ റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺ. 80TTAയിൽ മാക്സിമം ഡിഡക്ഷനായി നമുക്ക് ക്ലെയിം ചെയ്യാവുന്നത് 10,000 രൂപയാണ്. എന്തെങ്കിലും ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ 10,000 രൂപ വരെ നിങ്ങൾക്ക് ഡിഡക്ഷനായി ക്ലെയിം ചെയ്യാവുന്നതാണ്. അടുത്ത സെക്ഷൻ 80TTB, അത് ആക്റ്റീവ് അല്ല, കാരണം പ്രൊഫൈൽ അനുസരിച്ച് ഈ SSC സീനിയർ സിറ്റിസൺ അല്ല. സീനിയർ സിറ്റിസൺസിന് 80TTBയിലാണ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നത്. 50,000 രൂപ വരെ ക്ലെയിം ചെയ്യാവുന്നതാണ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇൻ കേസ് ഓഫ് സീനിയർ സിറ്റിസൺ. അത് സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. ഏത് ടൈപ്പ് ഡെപ്പോസിറ്റ്സ് ആയാലും 50,000 രൂപ വരെ സീനിയർ സിറ്റിസൺസിന് ക്ലെയിം ചെയ്യാം 80TTB സെക്ഷനിൽ. അടുത്തതായി സെക്ഷൻ 80U, ഡിഡക്ഷൻ ഇൻ കേസ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഈ സെക്ഷനിൽ 75,000 വരെ രൂപ ഡിഡക്ഷനായി ക്ലെയിം ചെയ്യാം, പ്രൊവൈഡഡ് 80% ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ, അഥവാ 80% കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ 1,25,000 വരെ ഈ സെക്ഷനിൽ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. സെക്ഷൻസ് ഓപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഡക്ഷനായി ക്ലെയിം ചെയ്യേണ്ട എമൗണ്ട് അവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിഡക്ഷൻസ് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഷീറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത ഓരോ ഡിഡക്ഷൻസിൻ്റെ ഡീറ്റെയിൽസും കാണാവുന്നതാണ്. സെക്ഷൻ 80G, സെക്ഷൻ 80GGA, സെക്ഷൻ 80D, അതായത് ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡൊണേഷൻ ടു സയൻറ്റിഫിക് റിസർച്ച് ഓർ റൂറൽ ഡെവലപ്മെൻറ്റ്, പേയ്മെൻറ്റ് ടുവേർഡ്സ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഓർ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ്. ഈ 3 സെക്ഷനിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മളൊരു ഷെഡ്യൂൾ ഫിൽ ചെയ്യണമെന്ന് കണ്ടു. ഇനി നമുക്ക് ആ ഷെഡ്യൂൾ എങ്ങനെ ഫിൽ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായി സെക്ഷൻ 80G, ഡൊണേഷൻ ടു സർട്ടേൺ ഫണ്ട് ഓർ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആഡ് 80G ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൊണേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യുക. ഡ്രോപ്പ് ഡൗണിൽ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഡൊണേഷൻ എൻറ്റൈറ്റിൽ ഫോർ 100% ഡിഡക്ഷൻ വിത്തൗട്ട് ക്വാളിഫൈങ് ലിമിറ്റ്, എൻറ്റൈറ്റിൽ ഫോർ 50% ഡിഡക്ഷൻ വിത്തൗട്ട് ക്വാളിഫൈങ് ലിമിറ്റ്, 100% ഡിഡക്ഷൻ സബ്ജക്റ്റ് ടു ക്വാളിഫൈങ് ലിമിറ്റ്, 50% ഡിഡക്ഷൻ സബ്ജക്റ്റ് ടു ക്വാളിഫൈങ് ലിമിറ്റ്. ഇതിൽ ഏതാണ് ഓപ്ഷൻ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡൊണേറ്റ് ചെയ്ത പാർട്ടിയുടെ ഡോണിയുടെ പാൻ നമ്പർ, നെയിം, അഡ്രസ് ഡീറ്റെയിൽസ്, പിൻകോഡ്, ഡൊണേഷൻ ഇൻ ക്യാഷ്, ഡൊണേഷൻ ഇൻ അതർ മോഡ്, അങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ചെയ്യുക. ഡൊണേഷൻ ക്യാഷ്, ഡൊണേഷൻ അതർ മോഡ് എന്ന് സ്പ്ലിറ്റ് കൊടുക്കുന്നതിൻ്റെ കാരണം ക്യാഷ് ഡൊണേഷൻ 2000 റുപ്പീസ് കൂടുതൽ നമുക്ക് ഡിഡക്ഷൻ ലഭിക്കുകയില്ല. മാക്സിമം ഡിഡക്ഷൻ ഇൻ ക്യാഷ് 2000 റുപ്പീസാണ്. സേവ് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്തതായി നമുക്ക് സെക്ഷൻ 80GGA ഷെഡ്യൂൾ എങ്ങനെ ഫിൽ ചെയ്യണമെന്ന് നോക്കാം. അതായത് ഡൊണേഷൻ ടു സയൻറ്റിഫിക് റിസർച്ച്. ഡീറ്റെയിൽസ് ആഡ് കൊടുക്കുക. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഏത് സെക്ഷനിലാണ് നിങ്ങൾ ഡൊണേഷൻ പേ ചെയ്തിട്ടുള്ളത് ആ സെക്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം പാൻ ഓഫ് ദി ഡോണി, നെയിം ഓഫ് ദി ഡോണി, അഡ്രസ് ഡീറ്റെയിൽസ് മുതലായവ കൊടുക്കുക. ഡൊണേഷൻ ക്യാഷ്, ഡൊണേഷൻ ഇൻ മോഡ് അതർ ദാൻ ക്യാഷ് എന്ന സ്പ്ലിറ്റപ്പ് കൊടുക്കുക. മാക്സിമം ക്യാഷ് ഡൊണേഷൻ 10,000 വരെയാണ് ഡിഡക്ഷൻ ലഭിക്കുകയുള്ളൂ. അടുത്തതായി നമുക്ക് സെക്ഷൻ 80D എങ്ങനെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം എന്ന് നോക്കാം. 80D സെക്ഷൻ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. ആദ്യത്തെ പാർട്ടിൽ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഓർ ഡിഡക്ഷൻ ഫോർ സെൽഫ് ആൻഡ് ഫാമിലി, സെക്കൻഡ് പാർട്ടിൽ ഫോർ പാരൻസ്. ഈ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ സീനിയർ സിറ്റിസൺ ആണോ അല്ലയോ എന്നുള്ള ഉത്തരം അനുസരിച്ചിട്ടാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. കാരണം ഡിഡക്ഷൻ സീനിയർ സിറ്റിസൺസിന് ഡിഫറെൻ്റ് ആണ്. എസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ച് നമ്മൾ സീനിയർ സിറ്റിസൺ അല്ല എന്നൊരു വാർണിംഗ് മെസ്സേജ് വരുന്നതാണ്. നോ കൊടുക്കുമ്പോൾ സെൽഫ് ആൻഡ് ഫാമിലിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള കോളംസ് എനേബിൾഡ് ആയി വരും. നോട്ട് ക്ലെയിമിംഗ് ഫോർ സെൽഫ് ആൻഡ് ഫാമിലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പാർട്ട് എ മുഴുവനായി ഡിസേബിൾഡ് ആവും. ആദ്യം സെൽഫ് ആൻഡ് ഫാമിലിക്ക് നമുക്ക് എത്രയാണ് ഡിഡക്ഷൻ എന്ന് ഞാൻ പറയാം. ഹെൽത്ത് ഇൻഷുറൻസ്, പ്രിവെൻറ്റീവ് മെഡിക്കൽ ചെക്കപ്പ്, ഈ 2 ഹെഡിലാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക. ഇഫ് സെൽഫ് ആൻഡ് ഫാമിലിയിൽ ആരും സീനിയർ സിറ്റിസൺ അല്ല എങ്കിൽ മാക്സിമം ഡിഡക്ഷൻ ലഭിക്കുന്നത് 25,000 റുപ്പീസാണ്. പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് 5,000 റുപ്പീസും ലഭിക്കും. ടോട്ടൽ ഈ 2 ഹെഡും കൂടിയാണ് മാക്സിമം ഡിഡക്ഷൻ 25,000 റുപ്പീസ്. അടുത്തതായി സെൽഫ് ആൻഡ് ഫാമിലി ഇൻക്ലൂഡിംഗ് സീനിയർ സിറ്റിസൺസ്. സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ മാക്സിമം ഡിഡക്ഷൻ ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്, പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ്, മെഡിക്കൽ എക്സ്പെൻഡിച്ചർ, ഈ 3നും കൂടി മാക്സിമം ഡിഡക്ഷൻ കിട്ടുക 50,000 ആണ്. പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് മാക്സിമം 5,000 ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. മെഡിക്കൽ എക്സ്പെൻഡിച്ചറിന് നമുക്ക് ഡിഡക്ഷൻ തേർഡ് കോളം എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതിനൊരു കണ്ടീഷനുണ്ട്. നമ്മൾ ഫസ്റ്റ് കോളത്തിൽ ഹെൽത്ത് ഇൻഷുറൻസിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പാടുള്ളതല്ല. മാക്സിമം ഡിഡക്ഷൻ ഇത് 3 കൂടി 50,000 ആണ് ലഭിക്കുക. അടുത്തത് നമുക്ക് പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാരൻസ് സീനിയർ സിറ്റിസൺ ആണ് എങ്കിൽ പാർട്ട് ബി എനേബിൾഡ് ആയി വരും. നോ ആണ് കൊടുക്കുന്നത്, പാരൻസ് സീനിയർ സിറ്റിസൺ അല്ല എങ്കിൽ ഫസ്റ്റ് പാർട്ട് എനേബിൾ ആയി വരും. നോട്ട് ക്ലെയിമിംഗ് ഫോർ പാരൻസ് ആണെങ്കിൽ ഫുൾ ഡിസേബിൾഡ് ആയി വരും. പാരൻസിന് മാക്സിമം ഡിഡക്ഷൻ ഇതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് ലഭിക്കുന്നത് 25,000 റുപ്പീസാണ് പാരൻസ് സീനിയർ സിറ്റിസൺ അല്ല എങ്കിൽ. പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് 5,000 ആണ് മാക്സിമം ഡിഡക്ഷൻ ലഭിക്കുക. ഇത് 2ഉം കൂടിയുള്ള മാക്സിമം ഡിഡക്ഷനാണ് 25,000 റുപ്പീസ്. പാരൻസിൽ ആരെങ്കിലും സീനിയർ സിറ്റിസൺ ഉണ്ടെങ്കിൽ 50,000 വരെ ഡിഡക്ഷൻ ലഭിക്കും. ഹെൽത്ത് ഇൻഷുറൻസ്
പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ്, മെഡിക്കൽ എക്സ്പെൻഡിച്ചർ. ഈ 3 ഹെഡുകളിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പാടുള്ളതല്ല. പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പിന് നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം ഡിഡക്ഷൻ 5,000 rupees ആണ്. അപ്പോൾ ടോട്ടലായി നമുക്ക് സെക്ഷൻ 80Dയിൽ മാക്സിമം ഡിഡക്ഷൻ ലഭിക്കാവുന്നത് 1 lakh rupees ആണ്. അതായത് സെൽഫ് ആൻഡ് ഫാമിലിയിൽ ഒരാൾ സീനിയർ സിറ്റിസണും പാരൻസിൽ ആരെങ്കിലും സീനിയർ സിറ്റിസണും ഉണ്ടെങ്കിൽ 50,000 പ്ലസ് 50,000 1 lakh വരെ നമുക്ക് ക്ലെയിം ചെയ്യാം. സെൽഫ് ആൻഡ് ഫാമിലി സീനിയർ സിറ്റിസൺ ഇല്ല, പാരൻറ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 25,000 പ്ലസ് 50,000 75,000 നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സെൽഫ് ആൻഡ് ഫാമിലിയിലും പാരൻസിൻ്റെ സെക്ഷനിലും ആരും സീനിയർ സിറ്റിസൺ ഇല്ല എങ്കിൽ 50,000 വരെ നമുക്ക് ടോട്ടൽ 80D സെക്ഷനിൽ ക്ലെയിം ചെയ്യാം. അതായത് 25,000 ഫോർ സെൽഫ് ആൻഡ് ഫാമിലി, 25,000 ഫോർ പാരൻസ്. അങ്ങനെ മാക്സിമം നമുക്ക് 50,000 ക്ലെയിം ചെയ്യാം. സേവ് ചെയ്ത് മുന്നോട്ട് പോകുക. ഡിഡക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്തെങ്കിൽ കൺഫേം ബട്ടൺ അമർത്തി സ്റ്റെപ്പ് 4 കംപ്ലീറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ചെയ്യുക. അടുത്തതായി സ്റ്റെപ്പ് 4 ടാക്സ് പെയ്ഡ് ഡീറ്റെയിൽസ് ആണ്. TDS, TCS, അഡ്വാൻസ് ടാക്സ്, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്. ഇങ്ങനെ നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൺഫേം ചെയ്ത് കൊടുക്കേണ്ടത്. ഡിഡക്റ്റർ റിട്ടേൺ ഫയൽ ചെയ്തെന്ന് ഓട്ടോമാറ്റിക്കലി ഈ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അഥവാ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് TDS ഡീറ്റെയിൽസ് 26X വരുന്നത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതാണ് നല്ലത്. അഥവാ റീഫണ്ട് ലഭിക്കുകയില്ല. ആഡ് അനദർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് എമൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇയർ ഓഫ് ഡിഡക്ഷൻ കൊടുക്കണം. ടാൻ ഓഫ് ദി ഡിഡക്റ്റർ, നെയിം ഓഫ് ദി ഡിഡക്റ്റർ, എമൗണ്ട്, TDS ഡിഡക്റ്റഡ്. ഈ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അഡ്വാൻസ് ടാക്സ് അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെ അഡ്വാൻസ് ടാക്സ് അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് BSR കോഡ്, സീരിയൽ നമ്പർ ഓഫ് ചലാൻ, ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, എമൗണ്ട്, അതാണ് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാ ടാക്സ് പേ ഡീറ്റെയിൽസും ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അടുത്തതായി ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ടേഷനാണ്. നമ്മൾ എത്ര ടാക്സ് പേ ചെയ്യണം എന്നുള്ള കമ്പ്യൂട്ടേഷൻ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം കമ്പ്യൂട്ട് ചെയ്ത് വരുന്നതാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷനും ഓട്ടോമാറ്റിക്കലി തന്നെ വരുന്നതാണ്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87Aയും ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ട് ചെയ്ത് വരുന്നതാണ്. നിങ്ങൾക്ക് സാലറി പെൻഷനോ അരിയറായി ഈ വർഷം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് റിലീഫ് അണ്ടർ സെക്ഷൻ 89 ക്ലെയിം ചെയ്യാനായി ഫോം 10E ഫയൽ ചെയ്യേണ്ടതാണ്. അത് ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് ഫയൽ ചെയ്യണം. എന്നാൽ മാത്രമേ റിലീഫ് ലഭിക്കുകയുള്ളൂ. ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ കൺഫേം ബട്ടൺ അമർത്തുക. ഇപ്പോൾ നമ്മൾ വാലിഡേറ്റ് റിട്ടേണിൻ്റെ എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഫിൽ ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് JSON ഫയലായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തായി പ്രൊസീഡ് ബട്ടൺ അമർത്തി സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്യുക. അടുത്തായി സ്റ്റെപ്പ് 2 ആണ്. കൺഫർമേഷൻ ഓഫ് സമ്മറി. ഇവിടെ നമുക്ക് പ്രിന്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ഓപ്ഷനും അവൈലബിൾ ആണ്. താഴെ പേ ലേറ്റർ, പേ നൗ എന്ന ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ടാക്സ് എന്തെങ്കിലും പേയബിൾ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം എമൗണ്ട് പേയബിൾ ഉണ്ട്. അപ്പം നമുക്ക് പേ ലേറ്റർ അല്ലെങ്കിൽ പേ നൗ കൊടുക്കാവുന്നതാണ്. പേ ലേറ്റർ ഓപ്ഷൻ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രിവ്യൂ റിട്ടേൺ എന്നൊരു ബട്ടൺ കാണാം. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ടാക്സ് പേ ചെയ്തില്ലെങ്കിൽ നമ്മൾ അസസിൻ ഡീഫോൾട്ടായി കൺസിഡർ ചെയ്യും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരികയും ചെയ്യും. അടുത്ത വെരിഫിക്കേഷൻ ഓഫ് റിട്ടേൺ ആണ്. റിട്ടേൺ വെരിഫൈ ചെയ്യാനായി ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ത്രൂ ആണ്, TRP ത്രൂ ആണ് റിട്ടേൺ ഫയൽ ചെയ്യുക, ആ ഡീറ്റെയിൽസ് കൊടുക്കുക. അടുത്ത പ്രിവ്യൂ റിട്ടേൺ ചെയ്യുക. നമ്മൾ ഫിൽ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പ്രിവ്യൂ ചെയ്ത് കാണാവുന്നതാണ്. പ്രൊസീഡ് ടു വാലിഡേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അടുത്ത വാലിഡേഷൻ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഇവിടെ 3 എറേഴ്സ് ഫൗണ്ട് എന്ന് നമുക്ക് കാണാം, വാർണിംഗ് മെസ്സേജ് കാണാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡാറ്റ ഫിൽ ചെയ്യാത്തതാണ് എറേഴ്സ്. അപ്പോൾ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് പോയി അത് അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം ഇത്രയും നേരം ചെയ്ത സ്റ്റെപ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് എഗെയിൻ വാലിഡേഷൻ സ്റ്റേജിലോട്ട് വരണം. ഇപ്പോൾ വാലിഡേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അടുത്തായി പ്രൊസീഡ് ഫോർ വെരിഫിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായി 3 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ വെരിഫൈ നൗ, അതായത് OTP, EVC അഥവാ ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി വെരിഫൈ ചെയ്യുക. അടുത്ത വെരിഫൈ ലേറ്റർ. ഈ ഓപ്ഷനിൽ റിട്ടേൺ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാം. 120 ഡേയ്സിനുള്ളിൽ വെരിഫൈ ചെയ്താൽ മതി. അടുത്ത ഓപ്ഷൻ വെരിഫൈ വയ ITR 5, അതായത് അക്നോളജ്മെന്റ് ഷീറ്റ് പ്രിന്റ് എടുത്ത് സൈൻ ചെയ്ത് രജിസ്റ്റേർഡ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിസ്ക്രൈബ്ഡ് അഡ്രസ്സിലോട്ട് അയക്കുക. നമുക്ക് ഇപ്പോൾ വെരിഫൈ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അടുത്തതായി നിങ്ങൾക്ക് എങ്ങനെ വെരിഫൈ ചെയ്യണമെന്ന് ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ഓപ്ഷൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ത്രൂ സൈൻ ചെയ്യാവുന്നതാണ്. തേർഡ് ഓപ്ഷൻ EVC ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ജനറേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് അഥവാ EVC ജനറേറ്റ് ചെയ്യാനായി നെറ്റ് ബാങ്കിങ് ഓർ ത്രൂ ബാങ്ക് അക്കൗണ്ട് ഓർ ത്രൂ ഡിമാറ്റ് അക്കൗണ്ട്, ഈ 3 ഓപ്ഷൻസിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ EVC കോഡ് അല്ലെങ്കിൽ OTP ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് 2 ഓപ്ഷൻസിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ വെരിഫൈ ചെയ്യാൻ പോകുന്നത് മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP ജനറേറ്റ് ചെയ്തുകൊണ്ടാണ്. അതിനായി ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഒരു പോപ്പപ്പ് വരും. ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ജനറേറ്റ് ആധാർ OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പറിൽ വന്നേക്കുന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാലിഡേറ്റ് ബട്ടൺ ആക്റ്റീവ് ആവും. വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക. എല്ലാവർക്കും ITR 1 എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.